പ്രമേഹം പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. വംശീയപരമായി പ്രമേഹ സാധ്യത കൂടുതലുള്ള ഒരു ജനസമൂഹമാണ് നമ്മുടേത്. ഇവരിൽ ഏറെയും കുട്ടികളും കൗമാരപ്രായക്കാരുമാണ്. ഇവരിൽ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിന് പ്രതിരോധത്തിലൂന്നിയുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതുവഴി സാധിക്കും. കുട്ടികളിൽ അടിക്കടി ഉണ്ടാകുന്ന വിവിധ വൈറസ് ബാധകൾ ബീറ്റാ കോശങ്ങളുടെ ക്രമാനുഗതമായ നാശത്തിന് കാരണമാകുന്നുവെന്ന് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നു. പ്രധാനമായും റൂബെല്ല വൈറസ്, എൻറ്റിറോ വൈറസ്, റൊട്ടാവൈറസ്, സൈറ്റോമെഗാലോ വൈറസ് എന്നീ വൈറസുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ബീറ്റാ കോശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കോശങ്ങളിലും പ്രവർത്തന മാറ്റം ഉണ്ടാക്കുന്നു. വൈറസ് ബാധകൾ ഉണ്ടായ എല്ലാവരിലും ടൈപ്പ് 1 പ്രമേഹം പ്രത്യക്ഷമാകണമെന്നില്ല. ജനിതകപരമായ വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഒരു ചെറുവിഭാഗം കുട്ടികളിലാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ജീവിതശൈലി മാറ്റങ്ങൾ, ഭക്ഷണക്രമത്തിലെ വ്യത്യാസങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ ടൈപ്പ് 1 പ്രമേഹം പ്രത്യക്ഷമാകുന്നതിനെ തടയാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 3-4 മാസങ്ങളിൽ പശുവിൻ പാൽ കുടിച്ചു വളരുന്ന കുട്ടികൾക്ക് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത 1.5 മുതൽ 2 ഇരട്ടി വരെ കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. പശുവിൻ പാലിൽ അടങ്ങിയിട്ടുള്ള ബോവൈൻ സിറം, ആൽബുമിൻ, ബീറ്റാ കൈസിൻ, കൗ മിൽക്ക് ഇൻസുലിൻ എന്നീ പ്രോട്ടീൻ പദാർത്ഥങ്ങളാണ് പ്രമേഹ രോഗത്തിന് കാരണങ്ങളായി തീരുന്നത്. ബാല്യകാലത്ത് പശുവിൻ പാൽ നൽകൽ ഒഴിവാക്കുന്നത് പിൻകാല പ്രമേഹ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് പ്രയോജനപ്പെടുന്നതാണ്. ജീവകൻ ഡി ഓട്ടോ ഇമ്മ്യൂൺ പ്രമേഹ രോഗ സാധ്യത ജീവകൻ D3 പ്രതിരോധിക്കുന്നു. ആഹാര സാധനങ്ങൾ കേടുകൂടാതെ പുതുമയോടെ ദീർഘകാലം സൂക്ഷിക്കുന്നതിന് നൈട്രജൻ മിശ്രിതങ്ങൾ ഏറെക്കാലമായി ഉപയോഗിച്ചു വരുന്നു. ശീതീകരിച്ച് സൂക്ഷിക്കുന്ന മത്സ്യമാംസങ്ങൾ, ബിയർ എന്നിവയിൽ നൈട്രജൻ മിശ്രിതങ്ങൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. ഇത്തരം പദാർത്ഥങ്ങൾക്ക് രാസമാറ്റം സംഭവിച്ചുണ്ടാകുന്ന N-നൈട്രോസം മിശ്രിതം ആഗ്നേയഗ്രന്ഥിയുടെ ഘടനയെയും പ്രവർത്തനങ്ങളെയും തകരാറിലാക്കുന്നു. ഓക്സീകരണ പ്രക്രിയകളെ തടയുന്ന ആൽഫ ടോക്കോഫെറോൾ, ജീവകൻ C എന്നിവ നൈട്രജൻ മിശ്രിതങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിന് പ്രയോജനപ്പെടുന്നവയാണ്. മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള പ്രതിരോധ പ്രോട്ടീനുകളായ സെക്രിറ്ററി ഇമ്മ്യൂണോഗ്ലോബുലിൻ A വിവിധ അണുബാധകളിൽ നിന്നും ശിശുക്കളെ സംരക്ഷിക്കുന്നു. മുലപ്പാൽ കുടിച്ചു വളരുന്ന കുട്ടികളിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ A ഉയർന്ന തോതിൽ കാണപ്പെടുന്നു. ആഗ്നേയഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളുടെ വളർച്ചയെയും വികാസത്തെയും ഇമ്മ്യൂണോഗ്ലോബുലിൻ A ത്വരിതപ്പെടുത്തുന്നു. ഇതുകൂടാതെ മുലപ്പാലിലുള്ള മറ്റു ഘടകങ്ങളായ സൈറ്റോക്രൈനുകൾ, ഗ്രോത്ത് ഫാക്ടറുകൾ എന്നിവ ചെറുകുടലിലെ പ്രതിരോധ കോശങ്ങൾക്ക് ഏറെ സംരക്ഷണം നൽകുന്നവയുമാണ്. ഗർഭസ്ഥ ശിശു വളർന്നു വരുന്ന അമ്നിയോട്ടിക് അറയിലുള്ള ദ്രാവകത്തിലെ ഉയർന്ന ഗ്ലൂക്കോസ് നിലയാണ് പിന്നീടുണ്ടാകുന്ന പ്രമേഹത്തിന് അടിസ്ഥാന കാരണമായി തീരുന്നത്. ഉയർന്ന ഗ്ലൂക്കോസ് നിലയിൽ ശിശുവിൻ്റെ ആഗ്നേയഗ്രന്ഥി പ്രവർത്തനക്ഷമത കുറവ് കാണിക്കുന്നു. തൽഫലമായി ഉണ്ടാകുന്ന ഇൻസുലിൻ കുറവിൽ ശിശുവിൻ്റെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ഉപാപചയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനിടയാകുന്നു. ഗർഭാവസ്ഥയിൽ തന്നെയുള്ള ഗ്ലൂക്കോസ് നിയന്ത്രണം വഴി ശരിയായ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയെ പ്രതിരോധിക്കാൻ സാധിക്കും. ഗർഭിണികളിലെ പോഷകാഹാരക്കുറവും പ്രമേഹം പ്രത്യക്ഷപ്പെടുന്നതിനുള്ള ഒരു കാരണമാണ്. മാതാവിൻ്റെ ഭക്ഷണത്തിലുള്ള പോഷകപദാർത്ഥങ്ങളുടെ കുറവിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരഭാരം കുറയുന്നതിനോടൊപ്പം ആഗ്നേയഗ്രന്ഥിയുടെ വളർച്ചയും വികാസവും കുറയുന്നു. ഈ സാഹചര്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗ്ലൂക്കോസ് നിലയെ കൈകാര്യം ചെയ്യുന്നതിനായി ശിശുവിൻ്റെ ആഗ്നേയഗ്രന്ഥിക്ക് ആവുകയില്ല. ഈ അവസ്ഥ പിന്നീടുള്ള പ്രമേഹത്തിന് ഒരു കാരണമായി തീരുന്നു. ഗർഭിണികൾ പോഷകാഹാരം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ടൈപ്പ് 2 പ്രമേഹം ഈയിടെയായി വർദ്ധിച്ച തോതിൽ കണ്ടുവരുന്നു. നിർണ്ണയിക്കപ്പെടുന്ന ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ പകുതിയെങ്കിലും അമിതവണ്ണം കുറയ്ക്കുന്നത് വഴി ഒഴിവാക്കാനാവും. ഭക്ഷണ സാധനങ്ങളിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, മിതമായ വ്യായാമം എന്നീ കാര്യങ്ങൾ കൂടി ചികിത്സയിൽ ഉൾപ്പെടുത്തിയാൽ പ്രമേഹ സാധ്യത 60% വരെ കുറയ്ക്കാൻ സാധിക്കും. കൂടുതൽ കൊഴുപ്പുള്ള ആഹാര സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ലഘുപാനീയങ്ങൾ എന്നിവയും തികച്ചും ഒഴിവാക്കപ്പെടേണ്ട ഇനങ്ങളാണ്. വ്യായാമത്തിൻ്റെ ആവശ്യകത, ജീവിതശൈലി മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ, അമിതവണ്ണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ, പ്രമേഹ രോഗത്തെയും അതിൻ്റെ സങ്കീർണതകളെയും ഉൾപ്പെടുത്തിയുള്ള ആരോഗ്യ വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ നൽകുന്നത് കുട്ടികളിലെ ടൈപ്പ് 2 പ്രമേഹത്തിനെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങളിൽ ഏറെ പ്രയോജനം ചെയ്യും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്.